ഹായ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മളിന്ന് ചർച്ചയ്ക്ക് ചെയ്യുന്ന വിഷയം മിരിയാം. മോശ മിരിയാം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും മോശ മിരിയാം. മോശ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പൂർവ്വകാലത്തുള്ള വൻ ഒരു ജനനേതാവാണ് മോശ. ദൈവത്തെ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് മോശ. ഓക്കെ. അപ്പോൾ ഈ മോശയുടെ ജീവിതത്തിൽ മിരിയാം മോശയുടെ സഹോദരിയാണ്. അപ്പോൾ അവർ എങ്ങനെയാണ് മിരിയാം മോശയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണേ എന്നുള്ളതാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. മോശയുടെ ജീവിതം മാത്രമല്ല, തുടർന്നുള്ള ഇസ്രായേൽക്കാരുടെ ഇടയിൽ മിരിയാമിനുള്ള സ്ഥാനം, അതൊക്കെയാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ അഹ്റോനെ പറ്റിയും പറയുന്നുണ്ട്. കാരണം മോശ, മിരിയാം, അഹ്റോൻ അവർ സഹോദരങ്ങളായിരുന്നു. ഓക്കെ. മോശയുടെ ജനനവുമായി ബന്ധപ്പെട്ടിട്ട് ആണ് മിരിയാം ആദ്യമായിട്ട് പ്രതിപാദിക്കപ്പെടുന്നത്. അപ്പോൾ മോശ ജനിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിലെ 2-ാം അധ്യായം ഹെഡിങ് തന്നെയാണ് മോശ ജനിക്കുന്നു. അപ്പോൾ നമ്മൾ വായിച്ചു തുടങ്ങുകയാണ്. അക്കാലത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തൻ്റെ തന്നെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ശിശു കോമളനായിരുന്നതിനാൽ അവൾ അവനെ 3 മാസം രഹസ്യമായി വളർത്തി. സാഹചര്യം മനസ്സിലായി. രഹസ്യമായിട്ട് വളർത്താനുള്ള സാഹചര്യം, ഫറവോ ആൺമക്കളെ എല്ലാതും കൊന്നുകളയാൻ തീരുമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പലായനം ചെയ്യുന്നതിന് മുൻപ് ജോസഫിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും വന്നു. യാക്കോബിൻ്റെ മക്കൾ 70 പേരൊക്കെ കൂടിയിട്ട് ജോസഫിൻ്റെ സഹായത്തിൽ ഈജിപ്ത് ദേശത്തേക്ക് വന്നു. 450 വർഷമായപ്പോൾ അവരെന്ത് ചെയ്യുക, ഒരുപാട് വളർന്ന് പെരുകി വലിയൊരു സംഖ്യയായി മാറി. അപ്പോൾ ഫറവോ ഇത് തിരിച്ചറിഞ്ഞു. ഈജിപ്ത് രാജ്യത്തെ ഫറവോ തിരിച്ചറിഞ്ഞപ്പോൾ ഫറവോ എടുത്തൊരു തീരുമാനമാണ്, ഇനിമേൽ ഇസ്രായേൽ ജനങ്ങൾക്ക് ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയാം. അപ്പം അങ്ങനെ ഒരു സമയത്താണ് മോശ ജനിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ആ ഒരു സാഹചര്യം ഒന്ന് പ്രതിപാദിച്ചതാണ്. അപ്പോൾ 3 മാസം രഹസ്യമായിട്ട് വളർത്തി. പിന്നെ വളർത്താൻ പറ്റാത്ത സാഹചര്യം വന്നു. അപ്പോൾ നമ്മൾ തുടർന്ന് വായിക്കുകയാണ്. അവനെ തുടർന്ന് രഹസ്യത്തിൽ വളർത്തുക ദുഷ്കരമായി തീർന്നപ്പോൾ അവൾ ഞാങ്ങണ കൊണ്ട് നെയ്ത കളിമണ്ണും താറും പൂശിയ ഒരു പേടകത്തിൽ അവനെ കിടത്തി. നദീതീരത്തുള്ള ഞാങ്ങണ ചെടികളുടെ ഇടയിൽ പേടകം കൊണ്ടു ചെന്ന് വെച്ചു. അവൻ എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ്റെ സഹോദരി കുറേ അകലെ കാത്തു നിന്നിരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിയ സഹോദരിയാണ് നമ്മുടെ മിരിയാം. ഓക്കെ. അപ്പോൾ കുറേ അകലെ കാത്തു നിൽക്കുകയായിരുന്നു ആര്, മിരിയാം. അപ്പോൾ ഫറവോയുടെ പുത്രി വന്ന് കുളിക്കാൻ നദിയിലേക്ക് ഇറങ്ങി. അവളുടെ തോഴിമാർ നദീതീരത്തിലൂടെ നടക്കുകയായിരുന്നു. രാജകുമാരി ഞാങ്ങണച്ചെടികളുടെ ഇടയിൽ ആ പേടകം കണ്ടു. ഒരു ദാസി അയച്ച് അവൾ അത് എടുപ്പിച്ചു. തുറന്നു നോക്കിയപ്പോൾ അവൾ ശിശുവിനെ കണ്ടു. അവൻ കരയുകയായിരുന്നു. അവൾക്ക് അവനോട് അനുകമ്പ തോന്നി. ഇതൊരു ഹെബ്രായ ശിശുവാണെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അവൻ്റെ സഹോദരി ഫറവോയുടെ പുത്രിയോട് ചോദിച്ചു. ആ സഹോദരിയാണ്, അതായത് മിരിയാം, അവൾ ഒളിച്ചു തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവള് കൗശലത്തോട് കൂടിയിട്ടാണ് ഫറവോയുടെ പുത്രിയുടെ അടുത്തേക്ക് വരണേ. എന്നിട്ട് ചോദിക്കുകയാണ്, മിരിയാം ചോദിച്ചു, നിനക്ക് വേണ്ടി ഈ കുട്ടിയെ മുലയൂട്ടി വളർത്തുന്നതിന് ഒരു ഹെബ്രായ സ്ത്രീയെ ഞാൻ വിളിച്ചു കൊണ്ടുവരട്ടെയോ? ഓക്കെ. അപ്പോൾ അവള് നല്ല മിടിക്കല്ലേ. വിളിക്കാൻ പോണത് അവളുടെ അമ്മേനെയാണ്, അതായത് അവളുടെ സഹോദരനാണ് മോശ. അപ്പോൾ ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, അങ്ങനെ ആവട്ടെ. അവൾ പോയി ശിശുവിൻ്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു. ശിശുവിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഇവളുടെ തന്നെ അമ്മയാണ്. അപ്പോൾ തിരിച്ച് അവൾക്ക് അവളുടെ സഹോദരന് കിട്ടി. അതാണ് ഉണ്ടായത്. ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുലയൂട്ടി വളർത്തുക. അമ്മോട് പറഞ്ഞു, ഞാൻ നിനക്ക് ശമ്പളം തന്നുകൊള്ളാം. അവൾ ശിശുവിനെ കൊണ്ടുപോയി വളർത്തി. ശിശു വളർന്നപ്പോൾ അവൾ അവനെ ഫറവോയുടെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. കാരണം ഫറവോയുടെ പുത്രിക്ക് വേണ്ടി വളർത്തിയതാണ്. അപ്പോൾ ഫറവോയുടെ പുത്രിക്ക് അറിയില്ല അത് ശിശുവിൻ്റെ ഒറിജിനലായിട്ടുള്ള അമ്മയാണെന്ന്. അതായത് ഫറവോയുടെ പുത്രി അവനെ പുത്രനായി സ്വീകരിച്ചു. ഞാൻ അവന് വെള്ളത്തിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന് മോശ എന്ന് പേരിട്ടു. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ മോശയുടെ ജനനം നമുക്ക് എല്ലാവർക്കും അറിയാം. മോശ എങ്ങനെയാണ് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, നമ്മൾ ഇസ്രായേൽ സമൂഹമായിട്ട് എങ്ങനെ മോശ ബന്ധപ്പെട്ട് കിടക്കണം എന്നൊക്കെ നമുക്ക് പല ആവർത്തി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരുപാട് വചന പ്രഘോഷണ വേദികളിൽ മോശ വളരെ വലിയൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. നമുക്ക് മോശയെ പറ്റി ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മിരിയാമിനെയാണ് കണ്ടത്. അപ്പോൾ ഈ മിരിയാം നമ്മൾ അടുത്ത ഘട്ടത്തിൽ പ്രതിപാദിക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ അഹ്റോനും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മിരിയാമിലേക്ക് തിരിച്ചു വരാം. കാരണം അഹ്റോനും മോശയും മിരിയാമും സഹോദരങ്ങളാണ്. അപ്പോൾ അഹ്റോൻ്റെ നിയമനം പുറപ്പാടിൽ തന്നെ 4-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം. അപ്പോൾ അത് തുടങ്ങുന്നത് തന്നെ ഹെഡിങ്, അഹ്റോൻ്റെ നിയമനം എന്നുള്ള ഹെഡിങ്ങാണ്. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ ഒരിക്കലും വാഗ്ദാതിരിയുള്ളവനായിരുന്നില്ല. അതായത് കർത്താവ് മോശയെ ഏൽപ്പിക്കുകയാണ്. ഈ ഇസ്രായേൽ ജനത്തോട് പറയാം, നിങ്ങൾ പുറപ്പെട്ട് മരുഭൂമിയിൽ പോയിട്ട് ബലിയർപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തേനും പാലും ഒഴുകുന്ന സീനായി ദേശം തരാൻ പോവുകയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കാനാൻ ദേശത്തിലേക്കുള്ള ആനയിക്കുന്നതിൻ്റെ തുടക്കം ഒക്കെ
കർത്താവ് മോശയോട് പറയുന്ന ഘട്ടത്തിലാണ് പറയുന്നത് മോശ വിക്കനായിരുന്നു. അത് നമുക്കറിയാം, മോശ വിക്കുള്ള ഒരാളായിരുന്നു. അതുകൊണ്ടാണ് മോശ ആ കാര്യം ഇപ്പോൾ നമ്മുടെ കുറവാണ് നമ്മൾ ആദ്യം നമുക്ക് മനസ്സിലാക്കുക, അല്ലാണ്ട് ദൈവം നമുക്ക് തരുന്ന അവസരമല്ല. അത് നമ്മളിലും എനിക്കും നിങ്ങൾക്കൊക്കെ വരാവുന്ന ഒരു കാര്യമാണ്. കർത്താവ് എനിക്ക് അറിയാത്തൊരു കാര്യമാണല്ലോ, അല്ലെങ്കിൽ അപ്പം നമ്മളെ ഏൽപ്പിച്ചത് നിങ്ങളുടെ കണ്ണും പൂട്ടി ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആർക്കാണെങ്കിലും തെറ്റുപറ്റാം. അപ്പോൾ നമ്മുടെ വളരെ വലിയൊരു പൂർവ്വപിതാവായ മോശയ്ക്കും അന്ന് തെറ്റുപറ്റി. അപ്പോൾ അതിനെ ദൈവം ദേഷ്യപ്പെടണം എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല. അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായി ഞാനല്ലേ, ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. അങ്ങനെ പറഞ്ഞിട്ടും മോശ സമ്മതിച്ചില്ല. നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. എന്നാൽ അവൻ പിന്നെ അപേക്ഷിച്ചു, അതായത് അവൻ അപേക്ഷിച്ചു, കർത്താവെ ദയ ചെയ്ത് മറ്റാരെങ്കിലും അയക്കണമേ. അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ച് പറഞ്ഞു, നിനക്ക് ലേവ്യനായ അഹ്റോൻ എന്നൊരു സഹോദരനുണ്ടല്ലോ, അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം. ഇതാ അവൻ നിന്നെ കാണാൻ വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും. പറയേണ്ട വാക്കുകൾ നീ അവന് പറഞ്ഞു കൊടുക്കുവിൻ. ഞാൻ നിന്റെയും അവൻ്റെയും നാവിനെ ശക്തിപ്പെടുത്തും. രണ്ടുപേർക്ക് അനുഗ്രഹം കൊടുത്തു തരും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യും. അവൻ നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും. ഓക്കെ, അവൻ നിന്റെ വക്താവായിരിക്കും. നീ അവന് ദൈവത്തെ പോലെ ആയിരിക്കും. ഇപ്പോൾ മോശേനെ ഓൾറെഡി അഹ്റോൻ്റെ മുൻപിൽ ദൈവത്തെ പോലെ ആക്കി. ഈ അഹ്റോനും മോശേനൊക്കെ പ്രായമുള്ള ഒരാളാണ്. ഈ ദൈവത്തെ പോലെ ആക്കി എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്തിരി പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് തുടർന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഈ കാര്യം നമ്മളൊന്ന് ഓർക്കുക. നിനക്ക് അല്ലെ, നീ അവന് ദൈവത്തെ പോലെയും ആക്കി. പിന്നെ ഈ വടി കയ്യിലെടുത്ത് കൊള്ളുക, നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ മോശയുടെ കയ്യിൽ നിലത്തിട്ട പാമ്പാവണ ഒരു വടി കൊടുത്തിട്ട് ദൈവം വിട്ടു. ഈ ചെങ്കടൽ വിഭജിക്കാനും അങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യാനും ഈ ചേനയും തവളേനും ഒക്കെ വരുത്തിക്കാനും ഫറവോയുടെ മനസ്സ് മാറ്റാനും, അല്ലെങ്കിൽ ഫറവോയുടെ മനസ്സ് കഠിനമാക്കിയിട്ടാണല്ലോ അവരവിടെ നിന്ന് നമ്മുടെ ഈജിപ്ത് രാജ്യത്തു നിന്ന് മുഴുവൻ സ്വർണം ഒക്കെ നമ്മൾ കട്ടെടുത്തിട്ട് ഇങ്ങോട്ട് പലായനം ചെയ്തു പോകുന്നത്. അപ്പോൾ നമ്മൾ അഹ്റോനെ പറഞ്ഞു, മിരിയാമിൻ്റെ ഒരു തുടക്കം പറഞ്ഞു. ഇനി മിരിയാമിനെ നമ്മൾ കാണുന്നത് എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെങ്കടൽ കടന്നു വന്നപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ, മൊത്തം ഈജിപ്ത് രാജ്യത്തെ മറ്റ് ഭടന്മാരെ എല്ലാവരെയും രഥങ്ങളും കുതിരകളെയും കുതിരക്കാരെയും ഒക്കെ അടിച്ചു വീഴ്ത്തി അല്ലേ. അപ്പോൾ അതിനുശേഷം മോശ ഒരു കീർത്തനം പാടി. ഒപ്പം തന്നെ അതിൻ്റെ പിന്നാലെ മിരിയാമും പറയുന്നുണ്ട്. അപ്പോൾ അത് പറയണത് 15-ാം അധ്യായത്തിലാണ്. 15-ാം അധ്യായത്തിൽ 20-21 വാക്യത്തിലാണ്. അപ്പോൾ പ്രവാചകിയും അഹ്റോന്റെ സഹോദരിയുമായ മിരിയാം, അഹ്റോന്റെ സഹോദരി എന്ന് പറയുന്നത് മോശയുടെ സഹോദരി തന്നെയാണ്, കണ്ടില്ലേ. അപ്പോൾ പ്രവാചകിയും അഹ്റോന്റെ സഹോദരിയുമായ മിരിയാം തപ്പു കയ്യിലെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളെടുത്ത് നൃത്തം ചെയ്തുകൊണ്ട് അവളെ അനുഗമിച്ചു. ഓക്കെ, എന്നാലും മിരിയാം പാടുകയാണ്. മിരിയാം അവർക്ക് പാടിക്കൊടുത്തു, കർത്താവിനെ പാടി സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണ്ണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മിരിയാമിനെ പറ്റി നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിരിയാമിൻ്റെ ഒരു നൃത്തം ചെയ്യുന്ന ഒരു ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും. വിക്കിപീഡിയ അല്ലൊക്കെ ഞാൻ ഇത് മിരിയാമിനെ പറ്റി പറയാൻ നോക്കിയപ്പോൾ എന്താണ് ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ ദൈവഗവേഷകരൊക്കെ കണ്ടെത്തിയത് എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ചിത്രം ഒരു കലാകാരൻ വരച്ചിട്ടുണ്ട്. അത് നമുക്ക് നിങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ മിരിയാം ബൈബിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചിത്രം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ മിരിയാം ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത്, നമ്മുടെ പഴയ നിയമത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഈ ഒരു അവസരത്തിലാണ്. മിരിയാം പ്രവാചകിയായിരുന്നു. ഓക്കെ, അങ്ങനെ പ്രവാചകൻ കൂടിയായ മിരിയാം ഇനി നമുക്ക് വരുന്നത് 2 പുസ്തകങ്ങൾ കഴിയും. 2 പുസ്തകം കഴിഞ്ഞിട്ട് സംഖ്യയുടെ പുസ്തകത്തിലാണ് വരുന്നത്. ഇവിടെയാണ് മിരിയാം നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഒരു നമ്മൾ പരമാവധി ഇപ്പോഴത്തെ കാലത്ത് എത്രമാത്രം അത് സജീവമായിട്ടുണ്ടെന്ന് അറിയില്ല. ഒരു 10-20 കൊല്ലം മുമ്പ് വളരെ സജീവമായിട്ടുള്ള ഒരു കാര്യമാണ് നാത്തൂം പോരി. അതെ, അപ്പോൾ അത് ഞാൻ വായിക്കാം, അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. സംഖ്യയുടെ പുസ്തകം, അപ്പോൾ നമ്മൾ തുടങ്ങിയത് പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. അപ്പോൾ പുറപ്പാട് കഴിഞ്ഞിട്ട് ലേവ്യ പുസ്തകമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മിരിയാം ഇവിടെ വരുന്നത്. അപ്പോൾ സംഖ്യയുടെ പുസ്തകത്തിലാണ് ഇനിയിപ്പം മിരിയാം ഉള്ളത്. അപ്പോൾ മിരിയാം ശിക്ഷിക്കപ്പെടാണ്. അപ്പോൾ ശിക്ഷിക്കപ്പെടാനൊരു കാരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കാരണമാണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ അധ്യായം നമ്മൾ കുറച്ച് വലിയതാണ്, അപ്പോൾ നമ്മളത് കേട്ടിരിക്കണം. അപ്പോൾ 12-ാം അധ്യായം, സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1 മുതൽ വായിക്കുകയാണ്. ഹെഡിങ്, മിരിയാം ശിക്ഷിക്കപ്പെടുന്നു. മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതി മിരിയാമും അഹ്റോനും അവനെതിരെ സംസാരിച്ചു. അപ്പോൾ എന്തിനാണ് മിരിയാം പ്രശ്നം ഉണ്ടാക്കിയത്? നാത്തൂംപോരി, മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതി അഹ്റോനും മിരിയാമും സംസാരിച്ചു, മോശയ്ക്കെതിരെ സംസാരിച്ചു. കർത്താവ് മോശ വഴി മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് ആരോടെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടായ ആളായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരും നമ്മൾ കുറ്റപ്പെടുത്തി തുടങ്ങും. അങ്ങനെയാണ്. അതായത് ചില തമാശയ്ക്കാണെങ്കിലും പറയാറുണ്ട്, മകൻ മരിച്ചാലും വേണ്ടില്ല മരോളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന അമ്മായിമ്മമാരുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വകഭേദമായിരുന്നു അന്ന് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊന്നും അങ്ങനെ അന്ന് സമർത്ഥിക്കല്ല. ഓക്കെ. അപ്പോൾ കർത്താവ് മോശ വഴി മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്, ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു. കർത്താവ് അത് കേട്ടു. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. അപ്പോൾ ഈ മോശ സൗമ്യനായിരുന്നു, അല്ല, കർത്താവിനെ കണ്ടപ്പോൾ സൗമ്യനായി. ഈ സൗമ്യനായിരുന്നു എന്ന് പറയുന്ന മുമ്പ് എനിക്ക് ദാനിയേൽ പൂവണത്തിങ്കൽ അച്ഛനിൽ നിന്ന് ഒരു വചനത്തിൽ അല്ലെങ്കിൽ ആളുടെ ഒരു പ്രസംഗത്തിൽ കിട്ടിയ ഒരു പ്രബോധനമാണ്. ഈ മോശ ഒരു ഇസ്രായേൽക്കാരനെ ഈജിപ്തുകാരനെ ഇസ്രായേൽക്കാരനും ഈജിപ്തുകാരും തമ്മിൽ തല്ലുകൂടിയപ്പോൾ ഈജിപ്തുകാരനെ അടിച്ചു കൊന്നിട്ട് നാട് വിട്ടതാണ്. പിറ്റേ ദിവസം വന്നപ്പോൾ ഇസ്രായേൽക്കാർ ചോദിച്ചു, നീ ഞങ്ങളെ രാജാവാൻ ഭാവിക്കുകയാണോ? കാരണം ഫറോവയുടെ മകനാണ് മോശ, അപ്പോൾ അധികാരമുണ്ട്. അപ്പോൾ സ്വന്തം ജനങ്ങളുടെ ഇടയിൽ ഒരു നിലനിൽപ്പ് ഇല്ലാതെ വന്നപ്പോൾ മോശ 40-ാം വയസ്സിൽ നാട് വിട്ടുകൂടി. പിന്നെ 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ തിരിച്ചു വരവ്. മനസ്സിലായില്ലേ ഈ കാര്യത്തിന്? അപ്പോൾ മോശ 40 കൊല്ലം വേറെ നാട്ടിൽ ഒളിവിൽ പോയി വന്ന മോശ സൗമ്യനായിട്ടാണ് വന്നത്. അപ്പോൾ മോശയിൽ ഒരു പരിവർത്തനം വന്നപ്പോൾ ദൈവം മോശയ്ക്ക് സ്വയം വെളിപ്പെടുത്താൻ ഇടയായി. അപ്പോൾ മോശ അത്യാവശ്യം നല്ല ഒരു സ്ട്രോങ് ഉള്ള ഒരാളായിരുന്നു. മോശ ഭൂമിയിൽ തന്നെ സൗമ്യനായി മാറാൻ ദൈവം ഒരു 40 കൊല്ലമാണ് മോശയ്ക്ക് കൊടുത്തത്. ഇതേ 40 കൊല്ലം നമ്മുടെ ഇസ്രായേൽ ജനങ്ങൾക്കും ദൈവം കൊടുക്കുന്നുണ്ട്. അന്നത്തെ ഒരു മിനിമം നമ്മളെ ഒന്ന് നവീകരണകാലം 40 കൊല്ലമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എളുപ്പമല്ല. 40 കൊല്ലം ആണ് മോശ ഒളിച്ചോടി പോയിട്ട് ഒന്ന് സൗമ്യനാവാൻ വേണ്ടി ദൈവം മാറ്റിവെച്ച സമയം. ഇതേ 40 കൊല്ലം തന്നെയാണ് ഇസ്രായേൽക്കാർക്കും ദൈവം മാറ്റിവെച്ചത്, അല്ലേ? ആ 40 കൊല്ലത്തിന് വേറെ കണക്കുണ്ട്. അവർ 40 ദിവസം ആണ് ചുറ്റി സഞ്ചരിച്ചത്. ഈ പോയി കാണാനുള്ള ദേശം, അല്ലെ, നമ്മൾ കാനാൻ ദേശം ഒളിഞ്ഞു നോക്കാൻ പോയത് 40 ദിവസമാണ്. ആ ദിവസത്തിൻ്റെ അനുസരിച്ചിട്ടാണ് 40 വർഷം അവർക്ക് കൊടുത്തത്. ഓക്കെ. അപ്പം നമുക്ക് തിരിച്ച് വചനത്തിലേക്ക് വരാം. അഹ്റോനും മിരിയാമിനോട് കർത്താവ് ഉടൻ തന്നെ മോശയോടും അഹ്റോനോടും മിരിയാമിനോടും പറഞ്ഞു, നിങ്ങൾ മൂവരും പുറത്ത് സമാഗമ കൂടാരത്തിലേക്ക് വരുവിൻ. അവർ വെളിയിൽ വന്നു. കർത്താവ് മേഘസ്തംഭത്തിൽ ഇറങ്ങി വന്നു സമാഗമ കൂടാര വാതിൽക്കൽ നിന്നിട്ട് അഹ്റോനെയും മിരിയാമിനെയും വിളിച്ചു. അവർ മുന്നോട്ട് ചെന്നു അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ വചനം ശ്രവിക്കുക. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ കർത്താവായി ഞാൻ ദർശനത്തിൽ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും. എൻ്റെ ദാസനായ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവനെ എൻ്റെ ഭവനത്തിൻ്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നു. അവ്യക്തമായിട്ടല്ല, സ്പഷ്ടമായി മുഖാഭിമുഖം അവനുമായി ഞാൻ സംസാരിക്കുന്നു. അവൻ കർത്താവിൻ്റെ രൂപം കാണുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ദാസനായ മോശയ്ക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടാതിരുന്നത് എന്ത്? കർത്താവിൻ്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ വിട്ടുപോയി. കൂടാരത്തിന് മുകളിൽ നിന്ന് മേഘം നീങ്ങിയപ്പോൾ മിരിയാം കുഷ്ഠം പിടിച്ചു, മഞ്ഞുപോലെ വെളുത്തു. അഹ്റോൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണിയായി തീർന്നത് കണ്ടു. അഹ്റോൻ മോശയോട് പറഞ്ഞു, പ്രഭു, ഞങ്ങൾ ബുദ്ധിഹീനമായിട്ടാണ് പ്രവർത്തിച്ചത്. ആ പാപം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ ശരീരം പകുതി അഴുകിയിരിക്കുന്ന മരിച്ച ശിശുവിനെ പോലെ അവൾ ആകരുതേ. മോശ കർത്താവിനോട് നിലവിളിച്ചു, ഞാൻ കേണപേക്ഷിക്കുന്നു, ദൈവമേ, അവളെ സുഖപ്പെടുത്തണമേ. കർത്താവ് മോശയോട് പറഞ്ഞു, തൻ്റെ അപ്പൻ മുഖത്ത് തുപ്പിയാൽ പോലും അവൾ 7 ദിവസം ലജ്ജിച്ചിരിക്കുകയില്ലേ? 7 ദിവസം അവളെ പാളയത്തിന് പുറത്ത് പാർപ്പിക്കുക, അതിനുശേഷം അകത്ത് കൊണ്ടുവരാം. അങ്ങനെ മിരിയാമിനെ 7 ദിവസത്തേക്ക് പാളയത്തിൽ നിന്ന് പുറത്താക്കി. അവളെ അകത്ത് പ്രവേശിപ്പിക്കുന്നത് വരെ ജനം യാത്ര പുറപ്പെട്ടില്ല. അതിനുശേഷം അവർ ഹസേറോത്തിൽ നിന്ന് പുറപ്പെട്ട് പാരാൻ മരുഭൂമിയിൽ പാളയം അടിച്ചു. ഓക്കെ. അപ്പോൾ എനിക്ക് വളരെ സങ്കടം ഉണ്ടായ ഒരു കാര്യമാണ്. കാരണം ഈ മോശയുടെ ജനനം എന്ന് പറഞ്ഞാൽ മോശ ഫറവോയുടെ മകള് തിരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ ആ നദീതീരത്ത് മോശനെ കാത്തിരുന്ന, അല്ലെങ്കിൽ മോശയുടെ ഒരു സംരക്ഷണത്തിന് നിന്ന മിരിയാമാണ് ഒരു ഘട്ടത്തിൽ മോശയ്ക്കെതിരായിട്ട് എതിർത്ത് പറയാനിടയായത്. അത് മോശ അത്രമാത്രം നവീകരിക്കപ്പെട്ടതിന് ശേഷവും ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷവും മോശ നിസാരനല്ല എന്ന് മിരിയാമിന് മനസ്സിലായിട്ടുണ്ട്. ആദ്യം ജനിച്ചു കിടക്കുന്ന കുട്ടി നിസാരന, അല്ലെങ്കിൽ ഇവൻ നാളെ ഫറവോയുടെ മകനാവുന്നോ, അല്ലെങ്കിൽ അതിനുശേഷം ഫറവോയുടെ മകളുടെ മകനാവുന്ന അറിയപ്പെടുന്നോ, അല്ലെങ്കിൽ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുന്നൊന്നും അന്ന് മിരിയാമിന് അറിയില്ല. അന്ന് ഈ മിരിയാം വളരെ ആത്മാർത്ഥമായിട്ട് ആ സഹോദരനെ സ്നേഹിച്ചു, അല്ലെ. പിന്നെ അവൻ അങ്ങോട്ട് വളർന്ന് വലുതായി. അപ്പോൾ അവൻ്റെ വളർച്ചയിൽ കുറേ ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ആ കുഷ്യ സ്ത്രീനെ പറ്റിയിട്ടുള്ള ഒരു ദേഷ്യം വന്നു. അത് പിന്നെ മോശയുടെ വളർച്ച കണ്ടിട്ടുള്ള അസൂയായി മാറി.
അങ്ങനെ അഹ്റോനെയും കൂട്ടുപിടിച്ചു. അപ്പോൾ ഇവർ രണ്ടും മോശേനൊക്കെ പ്രായമുള്ളവരാണ്. സ്വതവേ നമ്മൾക്ക് ഒരു കുഞ്ഞനുജൻ ഉണ്ടാകുക, അവൻ നമ്മളെക്കാട്ടിലും ഒരുപാട് അങ്ങോട്ട് വളരുക, സ്വാഭാവികമായിട്ട് എനിക്കത് താല്പര്യമില്ല. കാരണം അതൊരു അസൂയാവഹമായ ഒരു വളർച്ചയാവും. പിന്നെ അതുമാത്രമല്ല, അവനാണ് നാളെ ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. കാരണം അഹ്റോനെ പ്രധാന പുരോഹിതനാക്കിയതും പിന്നെ അതുപോലെ കുറേ ഘട്ടങ്ങളിൽ മോശയുടെ വാക്കാണ് അവനെ. അപ്പൊ ഇത്തരം കുറെ മാനസികമായിട്ടൊക്കെ ചൊടിപ്പിച്ച കുറെ കാര്യങ്ങളൊക്കെ ഒരുമിച്ചാണ് ഈ മിരിയാമും അഹ്റോനും കൂടി മോശയ്ക്കെതിരെ കാണിച്ചത്. അപ്പോഴാണ് പറയണത് മോശയുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു ദൈവത്തിൻ്റെ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ട ഒരു വലിയൊരു സത്യമാണ്, നമ്മൾ ആർക്കു വേണ്ടി നമ്മൾ കുമ്പിട്ടോ അവർ നമ്മളെക്കാട്ടിലും വലുതാവും. അങ്ങനെയുണ്ട്. ഇപ്പം ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ ഒരാൾക്ക് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നേക്കാൾ വലിയതാക്കും അവരെ. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ വിശ്വാസം. അവരെനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് ഒരു ഘട്ടത്തിൽ എൻ്റെ അമ്മയെ നിങ്ങളറിയുന്നതൊക്കെ കൂടുതൽ എന്നെ നിങ്ങളറിയും. ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ എൻ്റെ ഭാര്യനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മകളെയോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർ എന്നൊക്കെ അറിയപ്പെടുന്നവരാകും. അങ്ങനെയുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം തേടി, ദൈവത്തിൻ്റെ സഹായം തേടി നമ്മൾ വേറൊരാൾക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ചോ, നമ്മളെയൊക്കെ ഉന്നതരാക്കി അവരെ ദൈവം മാറ്റും. കാരണം നമ്മൾ മറന്നിട്ടാണ്, നമ്മൾ ശൂന്യവൽക്കരിച്ചിട്ടാണ് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മളെക്കാട്ടിലും അവർ ഉയരും. അതാണ് ദൈവത്തിൻ്റെ വലിയ ഒരു കാര്യം. അതുകൊണ്ടാണ് മിരിയാം എനിക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ആയി മാറിയത്. അപ്പോൾ ഒരു കാലത്ത് മോശയെ രക്ഷിച്ചതിൽ മിരിയാമായിരുന്നു ഒരു മെയിൻ താരം. ആ മിരിയാം ഒരു ഘട്ടത്തിൽ മോശയ്ക്കെതിരെ തിരിഞ്ഞു. പിന്നീട് മിരിയാം മരിക്കുന്ന ഒരു ഭാഗം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് നിർത്താം. 20-ാം അധ്യായത്തിലാണ് അത് പറയുന്നത്. 2 വരിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ പാറയിൽ നിന്ന് ജലം, അതാണ് തുടക്കം. 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഇസ്രായേൽ ജനം 1-ാം മാസത്തിൽ സിൻ മരുഭൂമിയിലെത്തി. അവർ കാദശിൽ താമസിച്ചു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. അവളെ അവിടെ സംസ്കരിച്ചു. അവിടെ ജനത്തിന് വെള്ളം ലഭിച്ചില്ല. അതായത് മിരിയാം മരിച്ചതിന് ശേഷം അവിടെ ഉണ്ടായ കിണർ വെറ്റി. അങ്ങനെ ഒരു ബൈബിൾ പഠനം ഗൂഗിളിൽ ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു. അത് എന്നെപ്പറ്റി എനിക്ക് അത്രമാത്രം അറിയില്ല. പക്ഷേ ഞാൻ 2-3 തവണ വായിച്ചതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത മിരിയാമിൻ്റെ ഒരു കോട്ട് ഇതാണ്: നമ്മളൊരു ഘട്ടത്തിൽ വളരെ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ, സാധാരണ ഞാൻ പറയാം, നമ്മൾ അമ്മമാരൊക്കെ സ്നേഹിക്കുന്നത് അൺകണ്ടീഷണൽ ലവ് എന്നാണ്. അതായത് ഭൂമിയിലുള്ള അമ്മമാരുടെ സ്നേഹം അൺകണ്ടീഷണലാണ്. ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും അൺകണ്ടീഷണലാണ്. നമ്മൾ തിരിച്ച് ഇന്നത് കൊടുക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്, അല്ലേ? പക്ഷേ അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെയാണ് അമ്മമാർ മക്കളെ സ്നേഹിക്കുന്നത് അൺകണ്ടീഷണലാണ്. അതുപോലെയാണ് മിരിയാമും മോശേനെ അന്ന് സ്നേഹിച്ചത്. അങ്ങനെ സ്നേഹിച്ചു, അൺകണ്ടീഷണലായിട്ടാണ് അന്ന് സ്നേഹിച്ചത്. അപ്പോൾ അവൾ സ്വന്തം ജീവൻ റിസ്ക് എടുത്തിട്ടാണ് മോശേനെ അന്ന് രക്ഷിച്ചത്. നദീതീരത്ത് ഫറവോയുടെ മകളൊക്കെ വന്നപ്പോൾ വലിയ നുണ പറഞ്ഞിട്ടൊക്കെയാണല്ലോ അന്ന് രക്ഷപ്പെടുത്തിയത്. ആ മിരിയാം ഒരു ഘട്ടത്തിൽ അതിനൊക്കെ ഓർത്തിട്ടുണ്ടോ, ഞാൻ നിന്നെ അന്ന് രക്ഷിച്ചതല്ലടാ എന്നൊക്കെ. അപ്പം ഇന്ന് നമ്മളെടുത്ത് പറയുന്ന അമ്മമാരും അല്ലെങ്കിൽ അപ്പന്മാരൊക്കെ പറയും, നിന്നെ ഞാൻ എങ്ങനെ വളർത്തി വലുതാക്കി. അമ്മമാരിങ്ങനെ പലപ്പോഴും അല്ലേ, നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, 10 മാസം ഞാൻ നിന്നെ ചുമന്നു. അത് ആണിനോടായാലും പെണ്ണിനോടായാലും അവരുടെ അമ്മ പറയും. അപ്പോൾ അന്ന് അൺകണ്ടീഷണലായിട്ടാണ് അവരെ സ്നേഹിച്ചത്. പക്ഷെ ഒരു ഘട്ടത്തിൽ അവർക്കതിൻ്റെ ഗുണം വേണം എന്നവർ ആഗ്രഹിക്കുകയാണ്. ഞാനാണെങ്കിലും, അതായത് ഏറ്റവും നല്ല സ്നേഹത്തെ പോലും നമുക്ക് സ്നേഹത്തിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഏറ്റവും വലിയ സ്നേഹമായിട്ട് ഞാൻ കരുതുന്നത് മാതൃസ്നേഹമാണ്. അതുപോലും നമ്മൾ ഒരു ഘട്ടത്തിൽ നമ്മൾ എന്താക്കി മാറ്റും, നമ്മളതൊരു കണ്ടീഷണൽ ലവ് ആക്കി മാറ്റാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയും കണ്ടീഷൻ കൂടാതെ സ്നേഹിക്കാൻ നമുക്ക് പറ്റട്ടെ. അതാണ് മിരിയാമിൻ്റെ ഈ ചർച്ചയിൽ മിരിയാമിനെ പറ്റിയിട്ടുള്ള ഈ ഒരു തിരിച്ചറിവിൽ ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ അതല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം മിരിയാമിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്കത് അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു. ബൈ. ഓക്കെ.